ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് എങ്ങനെ കിട്ടും, എങ്ങനെ അപ്ലൈ ചെയ്യണം, പൈസ അടയ്ക്കണോ? പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അപ്ലൈ ചെയ്യുന്നത് തൊട്ടുള്ള ബാക്കി എല്ലാ പ്രൊസീജിയറും ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒന്നും ഉപയോഗിച്ചുകൊണ്ടല്ല, ഇതൊന്നും ഇല്ലാതെ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്രൊസീജിയറും നടത്താവുന്നതാണ്. അവർക്ക് മെയിൽ ചെയ്ത് കൊടുത്ത എല്ലാ വീഡിയോസിൻ്റെയും ട്രാൻസ്ക്രിപ്റ്റ് അടക്കം ഞാൻ ഫോൺ യൂസ് ചെയ്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒന്നുമില്ലാതെ നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അപ്ലൈ ചെയ്യാവുന്നതും ബാക്കിയുള്ള പ്രൊസീജിയർ എല്ലാം നടത്താവുന്നതുമാണ്. അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഫോം അങ്ങോട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിന് സിമ്പിൾ പ്രൊസീജിയറാണ്. നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഹൗ ടു അപ്ലൈ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് കാരണം അവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ വരും റെക്കോർഡ് ആപ്ലിക്കേഷൻ ഫോം IBR എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യുക. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ഒരു പേജ് ഓപ്പണായി വരും. ആ പേജിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഡിസൈഡ് ചെയ്യണം, നമ്മളൊരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനാണോ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനാണോ പോകണമെന്ന്. കുട്ടികൾക്ക് കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും അവർക്ക് അവരുടെ ടാലൻറ്റ് പ്രസൻറ്റ് ചെയ്യാം. പിന്നീട് അതിൽ നമുക്ക് ഒരു 8 സ്റ്റെപ്പ് കാണാൻ കഴിയും. ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ 8 സ്റ്റെപ്പ് കാണാൻ കഴിയും. അത് നമ്മുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. സ്റ്റെപ്പ് 1 എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനും അത് സബ്മിറ്റ് ചെയ്യാനാണ് അവർ പറയുന്നത്. അപ്പോൾ അതിലവർ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മൾ ഏതെങ്കിലും ജഡ്ജിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടോയെന്ന്. ഷാനാൻ്റെ കാര്യത്തിൽ ജഡ്ജിനെ ഒന്നും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. കുട്ടികളുടെ കാര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫോമിലോട്ടാണ് പോകുന്നത്. ഇതാണ് ഫോം. അതിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, അതെല്ലാം നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ കാണുന്നതാണ് ഫോം. ഇതെല്ലാം ചെയ്ത ശേഷം നമ്മൾ എഗ്രി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് കിടക്കുന്നത് കംപ്ലീറ്റ് നെയിം, അപേക്ഷകൻ്റെ ആരാണോ പ്രസൻറ്റ് ചെയ്യണം അവരുടെ കംപ്ലീറ്റ് നെയിം അത് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ഉറപ്പായും കൊടുത്തിരിക്കണം. പിന്നെ മൊബൈൽ നമ്പറാണ്. മൊബൈൽ നമ്പർ നമ്മൾ വാലിഡായ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കണം. കാരണം അതിലേക്ക് നമുക്ക് OTP വരുന്നതാണ്. ആ OTP വെച്ചിട്ടാണ് നമ്മൾ ഈ ഫോം സബ്മിറ്റ് ചെയ്യണത്. ഡേറ്റ് ഓഫ് ബർത്താണ് ഇന്നുള്ളത്, അത് കറക്റ്റ് കൊടുക്കണം. കാരണം നമുക്ക് സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് മെയിൽ ചെയ്യേണ്ടതാണ്. ജനന സർട്ടിഫിക്കറ്റ് നമുക്ക് മെയിൽ ചെയ്യണം അങ്ങോട്ട്. ഇനി അടുത്ത് ജെൻഡറാണ്. ജെൻഡർ മെയിലോ ഫീമെയിലോ എന്നുള്ളത് കറക്റ്റായി കൊടുക്കുക. ഇനി ഇമെയിലാണ്, അത് കറക്റ്റ് തന്നെ ആയിരിക്കണം കേട്ടോ. കാരണം അവിടെ നിന്ന് IBR ടീം നമുക്ക് കോൺടാക്റ്റ് ചെയ്യുന്നത് മുഴുവൻ മെയിൽ വഴിയാണ്. പിന്നെ ഒക്യുപ്പേഷൻ സ്റ്റുഡൻ്റ് ആയത് കാരണം സ്റ്റുഡൻറ്റിൽ നിന്നോ ചൈൽഡിൽ നിന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കുക കേട്ടോ, കുട്ടികളാണെങ്കിൽ. ഇല്ലെങ്കിൽ ഒക്യുപ്പേഷൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ പെർമനൻറ്റ് അഡ്രസ്സ് തന്നെ ആയിരിക്കണം. കാരണം നമുക്ക് റെക്കോർഡ് വരുന്നത് ആ അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇനി അടുത്തത് അറ്റംപ്റ്റാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത്, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി എന്താണോ പ്രസൻറ്റ് ചെയ്യുന്നത് അതാണ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നല്ല വിശദമായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. മോൾക്ക് GK ടാലൻറ്റ് എന്നുള്ള കാറ്റഗറിയിലാണ് ഞാൻ അങ്ങോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അത്രയും ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഞാനതിൽ ടൈപ്പ് ചെയ്തു. നമ്മൾ ഈ ഫോം ഫുള്ള് കറക്റ്റ് ഫില്ല് ചെയ്യണം. എല്ലാം ഫില്ല് ചെയ്ത ശേഷം ലാസ്റ്റ് ഐ എഗ്രി എന്നുള്ളിടത്ത് യെസ് എന്ന് നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യണം. അതിനുശേഷം സബ്മിറ്റ് ചെയ്യണം. ഫോം ഫുള്ള് ഫില്ല് ആയാലാണ് സബ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. സബ്മിറ്റ് പ്രസ് ചെയ്ത ശേഷം നമ്മുടെ ഫോണിലോട്ട് ഒരു OTP മെയിൽ വരും. ആ OTP മെയിൽ നമ്മളതിൽ അടിച്ചു കൊടുക്കണം. ഇപ്പോൾ എനിക്ക് 1685 ആണ് വന്നിരിക്കുന്നത്. അത് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് കൺഗ്രാറ്റ്സോടുകൂടി ഒരു മെസ്സേജ് വരും. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്, റെക്കോർഡ് ടീം നിങ്ങളുമായിട്ട് ഇമെയിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കൺഗ്രാറ്റ്സ് വരും. അത്രയുമാണ് ആപ്ലിക്കേഷൻ അയക്കുന്ന പ്രൊസീജിയർ. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. വിത്തിൻ 1 മിനിറ്റ് അതിനുള്ളിൽ തന്നെ നമ്മൾ കൊടുത്ത ഇമെയിൽ IDയിലോട്ട് IBR ടീമിൻ്റെ ഒരു മെയിൽ വരും. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് ഉണ്ടാവുന്നതാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് 1 വീക്കിനുള്ളിൽ തന്നെ എനിക്ക് മെയിൽ വന്നു കേട്ടോ. അതിൽ അവർ കുറച്ച് കണ്ടീഷൻസൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ക്വാളിറ്റിയെ പറ്റിയാണ്. HD ക്വാളിറ്റി ആയിരിക്കണം. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഹൊറിസോണ്ടൽ ഫോർമാറ്റിലായിരിക്കണം വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഫോണിലാണെങ്കിൽ വെർട്ടിക്കലായിട്ട് എടുക്കാൻ പാടില്ല. പിന്നെ ഓരോ ടോപ്പിക്കും ഓരോ വീഡിയോ ആയിരിക്കണം. അതായത് പല ടോപ്പിക്കുകളിലുള്ള വീഡിയോസ് ഒന്നായിട്ട് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന്. പിന്നെ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ആരും കുട്ടീനെ ഫോഴ്സ് ചെയ്തിട്ട് പ്രോംപ്റ്റ് ചെയ്തിട്ട് കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. കുട്ടി തനിയെ പറയുന്നതാണെന്ന് അവർക്ക് ഉറപ്പ് വരുത്താനാണ്. അതുപോലെ ആരും പറഞ്ഞു കൊടുക്കരുത്. ഡിസ്റ്റർബൻസോ ക്ലാരിറ്റി കുറവോ ഒന്നും പറ്റില്ല. ഇതിനോടൊപ്പം തന്നെ കുട്ടീൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ പ്രൂഫ്, ആധാർ കാർഡിൻ്റെ പ്രൂഫ്, ആപ്ലിക്കൻറ്റിൻ്റെ 1 ഓഫ് ദി ബെസ്റ്റ് പിക്ചർ എല്ലാം നമ്മൾ അയക്കണം.
ഇതൊന്നും മെയിൽ അയക്കാനല്ല. ഈ മെയിലിൽ തന്നെ അവർ നമുക്കൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേക്കാണ് നമ്മളിതെല്ലാം അയക്കേണ്ടത്. മെയിനായി അവർ നമുക്ക് 7 ദിവസമാണ് തരുന്നത്. ആ 7 ഡേയ്സിൻ്റെ ഉള്ളിൽ അത് അയച്ചിട്ടില്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ക്യാൻസൽ ആവും. നമ്മൾ വീണ്ടും ആപ്ലിക്കേഷൻ അയക്കേണ്ടതായി വരും. അങ്ങനെ എവിഡൻസ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അൽഹംദുലില്ലാ കൺഗ്രാറ്റ്സും അപ്രീസിയേഷനും അടക്കം കൺഫർമേഷൻ മെയിൽ നമ്മളെ തേടി എത്തുന്നത്. ഒക്ടോബർ 10th ഞാൻ എവിഡൻസ് എല്ലാം സബ്മിറ്റ് ചെയ്തത്. ഒക്ടോബർ 19th എനിക്ക് ഇമെയിൽ വരികയും ചെയ്തു. ഷാന ഫാത്തിമ, താങ്കൾ ഇതിന് അർഹയാണ് എന്നും താങ്കൾക്ക് കൺഗ്രാറ്റ്സ് അറിയിച്ചുകൊള്ളുന്നു എന്നും പറഞ്ഞിട്ടുള്ള അപ്രീസിയേഷനാണ്. അതായത് അവരുടെ ടീം ഇത് അംഗീകരിച്ചു, താങ്കൾ അർഹയാണ് എന്നുള്ള അപ്രീസിയേഷൻ മെയിലാണത്. പിന്നെ ഏതിനൊക്കെയാണ് അവർ സെലക്ട് ചെയ്തത്, ഏതൊക്കെ വീഡിയോസാണ് എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. മോളുടെ ഏജ് 6 വയസ്സിൻ്റെ ഉള്ളിൽ ഇത്രയും പറഞ്ഞു എന്നുള്ള ലെവലിലാണ്, ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ പറഞ്ഞു എന്നുള്ള ലെവലിലാണ്, അതുകൂടിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് IBR സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു പാക്കാണ് അച്ചീവേഴ്സ് പാക്ക്. ആ പാക്ക് വേണമെങ്കിൽ നമ്മളത് പേ ചെയ്യണം. അതായത് 7018 rupees നമ്മൾ പേ ചെയ്യണം. അത് 15 daysൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യും വേണം. അച്ചീവേഴ്സ് പാക്ക് റീഫണ്ടബിൾ ആണ്. നമ്മൾ ഈ എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് പിന്നീട് തിരിച്ച് കിട്ടുന്നതല്ല എന്നാണ് അവരതിൽ എഴുതിയിരിക്കുന്നത്. IBRൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, IBRൻ്റെ ഒരു പെൻ, ഒരു ID കാർഡ്, പിന്നൊരു എഡിഷൻ കോപ്പി, പിന്നെ ബാഡ്ജ്, മെഡൽ, ഇതൊക്കെയാണ് അതിലുണ്ടാവുന്ന അച്ചീവേഴ്സ് പാക്കിൽ ഉണ്ടാവുന്നത്. ഈ പാക്കാണ് നമ്മൾ എമൗണ്ട് കൊടുത്ത് പേ ചെയ്യേണ്ടത്. അച്ചീവേഴ്സ് പാക്ക് നമ്മുടെ കയ്യിൽ ലഭിച്ച ശേഷം നമ്മളൊരു ഫോട്ടോ, കുട്ടി അതെല്ലാം ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മളവർക്ക് മെയിൽ ചെയ്യണം. അതിന് ആ വേണ്ട പിക്കിന് പറയുന്ന ക്വാളിറ്റിയാണ് അവർ, അതായത് 13 MP ആയിരിക്കണം, പിന്നെ അങ്ങനെ അതുപോലെ കുറേ കണ്ടീഷൻ, എഡിറ്റിംഗ് ഒന്നും പറ്റില്ല, അങ്ങനെയുള്ള കുറേ കണ്ടീഷനാണ് പിന്നീട് അവർ പറയുന്നത്. ID കാർഡിൽ വരാനായിട്ട് 2 daysൻ്റെ ഉള്ളിൽ നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവർക്ക് അയച്ചു കൊടുക്കണം. ആ അയച്ചു കൊടുത്ത് നമ്മൾ അവരുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുത്ത ഫോട്ടോയാണിത്. അച്ചീവേഴ്സ് പാക്കിൽ അയക്കാൻ പറഞ്ഞിട്ടുള്ളതായ 7018 rupees ഞങ്ങൾ പേയുമണിയിലൂടെ അങ്ങോട്ട് അയച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് IBR ടീമിൻ്റെ ഒരു മെയിൽ വന്നു. അതായത് നിങ്ങൾ അയച്ച എമൗണ്ടും ID കാർഡിൻ്റെ ഫോട്ടോയും ഞങ്ങൾക്ക് ലഭിച്ചു, വിത്തിൻ 20 daysൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് IBR പാക്ക് കിട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. വിത്തിൻ 20 days എന്ന് പറഞ്ഞെങ്കിലും 17 daysൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അച്ചീവേഴ്സ് പാക്ക് വരികയും നമ്മൾ അതിൻ്റെ പിക്ക്, അവർ പറഞ്ഞ കണ്ടീഷൻസ് അനുസരിച്ച് ഒരു പിക്ക് എടുത്ത് അങ്ങോട്ട് മെയിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പിക്ക് അവിടെ എത്തിയ ശേഷം അവരൊരു മെയിൽ നമുക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2022 എഡിഷൻ ക്ലോസ് ചെയ്തു എന്നും, പക്ഷേ ഈ വർഷം തന്നെ താങ്കളുടെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നും, ഗൂഗിളിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ 2023 എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെയിൽ അവർ നമുക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ അയച്ചത് മുതലുള്ള എല്ലാ മാക്സിമം പോയിൻറ്റ്സും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓരോ വീഡിയോയ്ക്കും നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടും സ്നേഹവും തന്നെയാണ് ഷാനമോൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. എന്നും ഉണ്ടാവണം എന്നുള്ള റിക്വസ്റ്റോടുകൂടി വീഡിയോ നിർത്തുന്നു. ലോട്ട് ഓഫ് താങ്ക്സ് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്.